സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഈശോയുടെ അന്ത്യത്താഴ വേളയെ അനുസ്മരിച്ചുകൊണ്ട് പെസഹ ആചരണം വീടുകളിൽ നടത്താറുണ്ടല്ലോ. അപ്പോൾ അതിനായിട്ട് പെസഹ അപ്പം തയ്യാറാക്കുന്ന രീതിയാണ് ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അത് ഓരോ നാടിനും അനുസരിച്ച് അതിൻ്റെ രീതികൾക്ക് അല്പസ്വല്പം വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഓരോ നാടിൻ്റെയും അല്ലെങ്കിൽ ഓരോ വീട്ടുകാരും ഒക്കെ അനുഷ്ഠിച്ചു പോരുന്ന അവരനുവർത്തിച്ചു പോരുന്ന ഇതനുസരിച്ച് ഒരു അല്പസ്വല്പം വ്യത്യാസമൊക്കെ കാണും. എങ്കിലും സാധാരണയായി ഉണ്ടാക്കുന്ന രീതിയാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. പെസഹ അപ്പം തയ്യാറാക്കാനായിട്ടുള്ള ചേരുവകളാണ് ഇത്. പച്ചരി പൊടിച്ച് എടുത്ത 1 കപ്പ് അരിപ്പൊടി, 1 കപ്പ് തേങ്ങ ചിരകിയത്, 3 ടേബിൾ സ്പൂൺ ഉഴുന്ന് കുതിർത്ത് അരച്ചത്, 5 ചുമന്നുള്ളി, 5 വെളുത്തുള്ളി, 1 ടീസ്പൂൺ ജീരകം. ഇത്രയുമാണ്. ആവശ്യത്തിന് ഉപ്പ്. ഇത്രയുമാണ് ഇതിന് വേണ്ട ചേരുവകൾ. ഇതിനായിട്ട് ആദ്യം നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന ഉഴുന്ന് ഈ പാത്രത്തിലേക്ക് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പച്ചരിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പൊക്കെ മതിയായിരിക്കും. അത് ആവശ്യത്തിന് ചേർക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിനകത്തേക്ക് നമുക്ക് തേങ്ങയും വെളുത്തുള്ളി, ചുവന്നുള്ളി, ജീരകം ഇവ ചേർത്ത് അരച്ച് ചേർക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചരയ്ക്കുക. വെള്ളം അധികമായി പോകരുത്. ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരയ്ക്കുക. അത്യാവശ്യം അരയാനുള്ള വെള്ളം മാത്രം ചേർത്താൽ മതി. അരച്ചെടുത്ത തേങ്ങ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇത് കുടുംബങ്ങളിലൊക്കെ തയ്യാറാക്കുമ്പോൾ പ്രാർത്ഥനയോടെയാണ് നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ ഇത് ചെയ്തുകൊണ്ടിരുന്നത്. പ്രാർത്ഥിച്ചിട്ട് വീട്ടിലെ മുതിർന്നയാളാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ അധികം സംസാരത്തിനോ ഒന്നും അന്ന് പണ്ടുള്ളവർ സമ്മതിക്കുകയില്ലായിരുന്നു. വളരെ പ്രാർത്ഥനാപൂർവം ചെയ്യുന്ന ഒരു ചടങ്ങായിരുന്നു. അതുതന്നെയാണ് നമ്മളിന്നും അനുവർത്തിച്ചു വരുന്നത്. ചിലർ ഇത് വറുത്ത പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് പച്ചപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ചിലർ വറുത്ത പൊടി കൊണ്ട് ചേർക്കും, ചിലർ ശർക്കര ചേർക്കും. അങ്ങനെ അല്പം വ്യത്യാസങ്ങളൊക്കെ ഇതിനകത്ത് വരും. ഇത് നന്നായിട്ട് നമ്മൾ യോജിപ്പിച്ചു. ഇത് ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് നമുക്ക് ഒഴിക്കാം. പുളിക്കാത്ത അപ്പം എന്നാണ് ഇത് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഇത് നമ്മൾ പുളിക്കാനായിട്ട് വെക്കാറില്ല. പിന്നെ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം അരമണിക്കൂർ നമ്മളിതൊന്ന് അല്പനേരം ഒന്ന് വെച്ചാൽ ഇതിനല്പം കൂടെ ഒരു മയം കിട്ടും. അങ്ങനെ വേണമെങ്കിൽ വെക്കാം. നമ്മൾ ഈ മാവ് ഇതിലേക്ക് ഒഴിക്കുമ്പോൾ അല്പം നെയ്യോ എണ്ണയോ തൂത്തിട്ട് ഒഴിക്കുകയാണെങ്കിൽ നമുക്കിത് മുറിച്ചെടുക്കാനായിട്ട് കൂടുതൽ എളുപ്പമുണ്ട്. ഇതിന് മുകളിലേക്ക് നമുക്ക് കുരിശോല വെക്കാം. കുരിശാകൃതിയിൽ ഉണ്ടാക്കി വെക്കാം. ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് കുരിശ് വെക്കാം. നമുക്ക് ഓശാന ഞായറാഴ്ച കിട്ടിയ കുരിശോല നമ്മൾ കുരിശാകൃതിയിലാക്കി നമ്മൾ ഇതിന് മുകളിൽ വെക്കുന്നു. അത് സാധാരണയായിട്ട് വീടുകളിൽ പ്രായമുള്ളവരാണ് ഇത് ചെയ്യുന്നത്. അവർ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഈ കുരിശ് നമ്മൾ ഇതിന് മുകളിലേക്ക് വെക്കാറുള്ളത്. ചില സ്ഥലങ്ങളിൽ ഒരു മഞ്ഞൾ കഷ്ണം ഈശോയുടെ കുരിശിൻ ആണിയെ പ്രതിനിധീകരിച്ചാണെന്നാണ് പറയുന്നത്. ചെറിയ ഒരു മഞ്ഞൾ കഷ്ണം കൂടി വെക്കുന്നവരുണ്ട്. ചില സ്ഥലങ്ങളിലേക്ക് അങ്ങനെയും കാണാറുണ്ട്. ഇത് വെന്ത് വരാനായിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഉള്ള സമയം മതി നമുക്കിത് വെന്തെടുക്കാനായിട്ട്. അത് അത്രയും സമയമാകുമ്പോഴത്തേക്കും ഇതാകും. നമുക്ക് അപ്പോൾ ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ച് കുത്തി നോക്കി അത് വെന്തോ അല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇനി നമുക്ക് ഇത് അടുപ്പയിലേക്ക് പുഴുങ്ങാനായിട്ട് വെക്കാം.
ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇത് വെന്തോ ഇല്ലയോ എന്ന് നോക്കാം. ഇനി നമുക്ക് പെസഹ പാൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഒരു പാത്രം എടുക്കുക. പണ്ട് കാലങ്ങളിലൊക്കെ പെസഹ പാൽ ഉണ്ടാക്കാനായിട്ട് പ്രത്യേകം പാത്രമാണ് വെച്ചിരുന്നത്. ആ പാത്രത്തിനകത്ത് വേറൊന്നും ഉണ്ടാക്കിയില്ല. ഒരു വർഷം നമ്മൾ ഉണ്ടാക്കിയിട്ട് ആ പാത്രം എടുത്ത് വെച്ചിരിക്കും. അടുത്ത വർഷം പിന്നെ പെസഹ പാൽ ഉണ്ടാക്കാനായിട്ട് നമ്മൾ പിന്നെ ആ പാത്രം എടുക്കാറുള്ളൂ. അങ്ങനെ പുതിയ പാത്രത്തിൽ ഉണ്ടാക്കണം എന്നാണ് നമ്മുടെ നാടിൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് അങ്ങനെ ആയിരുന്നു. 250 ഗ്രാം ശർക്കര ഉരുക്കിയെടുത്തത്, 1 കപ്പ് ഒന്നാം പാൽ, 1.5 കപ്പ് രണ്ടാം പാൽ, അരി വറുത്ത് പൊടിച്ചത് 2 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ ജീരകം, ഒരു ചെറിയ കഷ്ണം ചുക്ക്. അപ്പോൾ നമുക്ക് ഈ പാത്രത്തിലേക്ക് ശർക്കര ഉരുക്കിയത് ഒഴിക്കാം. ചില സ്ഥലങ്ങളിൽ ശർക്കരയ്ക്ക് പകരമായിട്ട് പഞ്ചസാര ഉപയോഗിച്ച് പെസഹ പാൽ ഉണ്ടാക്കുന്നവരുമുണ്ട്. അത് ഓരോ നാടിൻ്റെ അനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. ശർക്കര ഉരുക്കിയ ഇതിലേക്ക് നമുക്ക് രണ്ടാം പാൽ ഒഴിക്കാം. രണ്ടാം പാലും ശർക്കരയും കൂടെ നന്നായിട്ടൊന്ന് തിളയ്ക്കണം. രണ്ടാം പാലും ശർക്കര ഉരുക്കിയതും കൂടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരി വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നത് ചേർക്കാം. ചില സ്ഥലങ്ങളിൽ ഇതിന് പകരം വറുത്ത അരിപ്പൊടിയാണ് ചേർക്കുന്നത്. ചില സ്ഥലങ്ങളിൽ ഇപ്പം നമ്മൾ ഇതിലേക്ക് നമ്മുടെ അരി വറുത്ത് പൊടിച്ച പൊടിയാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂണ് ചേർക്കാം. അത് ഓരോരുത്തരുടെയും പാലിൻ്റെ കുറുക്കം അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ചിലർക്ക് കൂടുതൽ, ചിലർക്ക് കുറവ്, അങ്ങനെ വരും. ഓരോരുത്തരും അവരവരുടെ കുറുക്കത്തിനനുസരിച്ച് ചേർത്താൽ മതി. ഇതിലേക്ക് നമുക്ക് ചുക്കും ജീരകവും കൂടെ എടുത്ത് വെച്ചിരുന്നത്, പൊടിച്ച് വെച്ചിരുന്നതാണ്. ഇതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇപ്പോൾ യോജിച്ചിട്ടുണ്ട്. യോജിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒന്നാം പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ദോശ ഞായറാഴ്ചത്തെ കുരുത്തോല കൊണ്ടുണ്ടാക്കിയ കുരിശ് നമുക്ക് പ്രാർത്ഥിച്ച് ഇതിലേക്ക് നമ്മൾ വെക്കും. ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞ് അധികം ഇത് ഒത്തിരി തിളയ്ക്കാൻ നിൽക്കരുത്. നല്ലപോലെ ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ചിലർ ഇതിലേക്ക് പൂവമ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്കിടും. അങ്ങനെ ചെയ്യുന്നവരുമുണ്ട്. എല്ലാ നാട്ടിലും അത് ചെയ്യത്തില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ പൂവമ്പഴം ഇടുന്നില്ല. ഒരുമാതിരി ഇവിടെയൊക്കെ എല്ലാവരും പൂവമ്പഴം കൂടി ഈ പാലിനകത്തേക്ക് ഇട്ട് രണ്ടാം പാലിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഈ പൂവമ്പഴം കൂടി ചേർത്താൽ മതി. അത് പതുക്കെ ഒന്ന് വെന്ത് അതിനകത്ത് കടന്നോളും. ഇതിപ്പം നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഓഫ് ചെയ്യാം. ഇതേ സമയം തന്നെ നമ്മുടെ പെസഹ അപ്പോൾ റെഡി ആയിട്ടുണ്ടായിരിക്കും. നമുക്ക് റെഡിയായോ എന്ന് നോക്കാം. ഇത് വെന്തോ ഇല്ലയോ എന്ന് നമുക്ക് ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കാം. ഇതിൽ ടൂത്ത് പിക്ക് പിടിക്കുന്നില്ല. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. നമ്മുടെ പെസഹ അപ്പവും പാലും റെഡിയാണ്. ഇത് പെസഹയുടെ ദിവസം വൈകിട്ട് പള്ളിയിൽ പോയിട്ട് വന്നിട്ട് കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം രഹനാഥൻ, അതിൽ ഏറ്റവും പ്രായമുള്ളയാൾ, ഇത് മുറിച്ച് ഓരോരുത്തരെയും
മൂപ്പനുസരിച്ച് അവിടുത്തെ മുതിർന്ന ആളാരാണോ അതനുസരിച്ച് അവർക്ക് ഇത് മുറിച്ച് വളരെ ഉപചാരപൂർവ്വം കൊടുത്ത് എല്ലാവരും വളരെ ഭക്തിയോടെ പാലിൽ മുക്കി ആണ് ഇത് കഴിക്കുന്നത്. അങ്ങനെ പണ്ട് മുതൽ നമ്മൾ അനുഷ്ഠിച്ചു വന്ന ഒരു ആചാരമാണിത്.